ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ വിൻ്റർ സീരീസ് എപ്പിസോഡിൻ്റെ ഒന്നാമത്തെ എപ്പിസോഡായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോണത് എങ്ങനെ നമുക്ക് നമ്മുടെ സ്റ്റഡി ടേബിളോ ഓഫീസ് ഡെസ്കോ അല്ലെങ്കിൽ ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാനോ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ക്യൂട്ടായിട്ടുള്ള സ്റ്റേഷനറി ഓർഗനൈസേഴ്സും ഡെക്കോർ ഐറ്റംസാണ് ഉണ്ടാക്കാൻ പോണത്. ഇതെല്ലാം തന്നെ വിൻ്റർ അല്ലെങ്കിൽ ക്രിസ്മസ് എന്ന തീമിൽ ആസ്പദമാക്കിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ ആദ്യം തന്നെ ഉണ്ടാക്കുന്നത് കുറച്ച് ക്രിസ്മസ് സ്റ്റിക്കേഴ്സാണ്. പേപ്പർ സ്റ്റിക്കേഴ്സാണ് നമ്മൾ ഉണ്ടാക്കണേ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു വൈറ്റ് പേപ്പറോ അല്ലെങ്കിൽ അതിനിട്ട പേപ്പറിലോ നമുക്ക് കുറച്ച് ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സ് അല്ലെങ്കിൽ വിൻ്റർ മഞ്ഞുകാലമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് പിക്ചേഴ്സ് വരച്ചു കൊടുക്കാം. കുറച്ച് വലുപ്പത്തിൽ വരച്ചു കൊടുത്ത് കളർ ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യാൻ പോണത്. അതോടൊപ്പം തന്നെ ഇതിൽ കാണിക്കുന്ന ഓരോ ക്രാഫ്റ്റ് ഐറ്റംസും നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ ആയ ഐറ്റം വെച്ച് വളരെ എളുപ്പത്തിലും ചുരുങ്ങിയ ചിലവിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ കളർ പേപ്പേഴ്സ് ഇല്ല അല്ലെങ്കിൽ ക്രയോൺസ് ആണുള്ളത്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമായി ഇപ്പോൾ ന്യൂസ് പേപ്പർ ഉണ്ടെങ്കിൽ അതോ അങ്ങനെയൊക്കെ വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്റ്റൈലിൽ ഇത് റീക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എന്തായാലും സ്റ്റിക്കേഴ്സ് വരച്ച് ഇതെല്ലാം തന്നെ കളർ ചെയ്യട്ടെ. അപ്പോൾ നമ്മളെല്ലാ പിക്ചേഴ്സും വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് വാട്ടർ പ്രൂഫ് ആക്കാൻ വേണ്ടിയിട്ട് അത് കേടുകൂടാതിരിക്കാനായി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ നമുക്ക് സെല്ലോ ടേപ്പ്, നല്ല വീതിയുള്ള സെല്ലോ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ്. ഈ കാണുന്ന രീതിയിൽ ഒരു 4-5 പീസ് വെച്ചാൽ ഫുള്ളായിട്ട് നമ്മൾ ആ പേപ്പർ ഷീറ്റ് കവറാവും. ഒട്ടിച്ച ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇരുവശവും വേണമെങ്കിൽ സെല്ലോ ടേപ്പ് ഒട്ടിക്കാം. പക്ഷേ ഗ്ലൂ ചെയ്ത് ഒട്ടിക്കാൻ കുറച്ചും കൂടി ഈസി ഒരു സൈഡിൽ നമ്മൾ സെല്ലോ ടേപ്പ് ഒട്ടിക്കുമ്പോഴാണ്. ഞാനിപ്പോൾ എന്തായാലും ഒട്ടിക്കുന്നില്ല, കാരണം എനിക്കിത് കുറേ നാളത്തേക്ക് യൂസ് ചെയ്യാനുള്ളതൊന്നല്ല, കുറച്ച് ക്രാഫ്റ്റ് മിൽക്കൊക്കെയാണ് വേണ്ടു. അതുകൊണ്ട് തന്നെ ഞാൻ ഇതെല്ലാം കട്ട് ചെയ്തെടുക്കുകയാണ്. വലുതാക്കി വരച്ചാലാണ് നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ കുറച്ചും കൂടി സൗകര്യം. അടുത്തായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് പഴയ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഉപയോഗിച്ച് സ്റ്റേഷനറി ഓർഗനൈസർ ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. ഇതിനായിട്ട് കുറച്ച് കട്ടിയുള്ള പ്ലാസ്റ്റിക് ബോട്ടിലുകളാണ് എടുത്തിരിക്കുന്നത്. കാരണം നമ്മളിതിൽ സ്റ്റേഷനറി ഐറ്റംസ് വെക്കുമ്പോൾ തട്ടിമറിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ പേപ്പർ ഉപയോഗിച്ച് ഇതെല്ലാം കവർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ച് ചെയ്താൽ മതിയിട്ട്. ഇപ്പോൾ കളർ പേപ്പേഴ്സ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ന്യൂസ് പേപ്പറോ അങ്ങനെയൊക്കെ വെച്ച് കവർ ചെയ്ത് ചെയ്യാം. കാണുമ്പോൾ ഇതുപോലെ തന്നെ എക്സാക്റ്റ് വരില്ല എന്നുള്ളൂ. പക്ഷേ സ്വന്തമായി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഐറ്റം കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്, ഗിഫ്റ്റ് കൊടുക്കുമ്പോഴായാലും. ഇനി നമുക്ക് ഈ ഒരു ബോക്സസ് റിബണോ അല്ലെങ്കിൽ സ്റ്റിക്കേഴ്സൊക്കെ ഉപയോഗിച്ച് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ക്രിസ്മസ് സ്റ്റിക്കർ അതുമ്പോൾ സ്റ്റിക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു വെയിറ്റുള്ള ഐറ്റം നമുക്ക് കയറ്റി വയ്ക്കുക. അത് കഴിയുമ്പോൾ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. അപ്പം നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ ഒരു ക്രിസ്മസ് ലുക്കിലോട്ട് ഈ ഒരു ബോക്സ് വന്നു കേട്ടോ. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള കണ്ടെയ്നേഴ്സും കവർ ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ 3 ഓർഗനൈസേഴ്സാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് സ്കെച്ച് പെന്നും കളേഴ്സും അങ്ങനത്തെ ഐറ്റംസൊക്കെ ഒതുക്കി വയ്ക്കാനാണ് നമ്മൾ ഇങ്ങനെ 3 ബോട്ടിൽസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്കിത് വേറെ ഏത് സ്പേസ് ഓർഗനൈസ് ചെയ്യാനായിട്ടും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് നമ്മുടെ അടുത്ത ഐറ്റം ഉണ്ടാക്കാം. അടുത്ത് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു നോട്ട് പാഡാണ്, അല്ലെങ്കിൽ കുഞ്ഞൊരു നോട്ട് ബുക്ക്. നമുക്ക് ഹോംവർക്കൊക്കെ എഴുതി വയ്ക്കാനൊക്കെ ആയിട്ട് കുഞ്ഞൊരു ഡയറിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. വൈറ്റ് പേപ്പർ നമ്മൾ സ്ക്വയർ പീസസിൽ കട്ട് ചെയ്ത് അതിന് മുകളിൽ ഒരു ഗ്രീൻ കളർ പേപ്പർ എന്ന് വെച്ചാൽ ഞാൻ കവർ ചെയ്യണത്. അത് നമ്മൾ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യുന്നത്.
അപ്പോൾ ഈ ഒരു ബുക്ക് ഫുൾ അറ്റാച്ച് ചെയ്യാൻ സ്റ്റേപ്ലറോ അല്ലെങ്കിൽ ഗ്ലൂവോ ഉപയോഗിച്ച് നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യാം. നിങ്ങൾക്ക് ഇതിലും വലുതൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കാം. സിമ്പിളായിട്ട് ഒരു കുഞ്ഞ് ക്രിസ്മസ് നോട്ട് ബുക്കാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു കലണ്ടറാണ്. ഈ കാണുന്ന രീതിയിൽ പേപ്പർ നീളത്തിൽ കട്ട് ചെയ്ത ശേഷം ഫോൾഡ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഡിസംബർ മാസത്തേക്ക് മാത്രമുള്ളൊരു കലണ്ടറാണ് ഞാൻ അതിൽ സ്റ്റിക്ക് ചെയ്യണുള്ളൂ. നിങ്ങൾക്ക് എല്ലാ മാസത്തെയും വേണമെങ്കിൽ വെക്കാം. ടേബിളിൽ വെക്കാൻ പറ്റുന്ന ഒരു കലണ്ടറാണിത്. അപ്പോൾ ദേ നമ്മൾ കലണ്ടർ ഉണ്ടാക്കി കഴിഞ്ഞു. വളരെ എളുപ്പമാണ്. നമ്മൾ ആ സ്റ്റിക്കേഴ്സും കൂടി സ്റ്റിക്ക് ചെയ്തപ്പോൾ ശരിക്കും ക്രിസ്മസിൻ്റെ ലുക്ക് വന്നു അല്ലേ. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് പെന്നിൻ്റെയും പെൻസിലിൻ്റെയൊക്കെ മുകളിൽ വെക്കാൻ പറ്റുന്ന ടോപ്പറുകളാണ്. ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ. നീളത്തിലൊരു പീസ് പേപ്പർ ഇതുപോലെ നമ്മൾ കട്ടിയായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി പേപ്പറിൻ്റെ സ്ട്രിപ്പ് നമ്മൾ പെൻസിലിൻ്റെ ബാക്കിലായിട്ട് ഇതുപോലെ ചുറ്റി കൊടുക്കുക. കുറച്ച് കട്ടിയിൽ ചുറ്റി കൊടുത്ത ശേഷം സെല്ലോ ടേപ്പ് വെച്ച് നല്ല രീതിക്ക് തന്നെ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഊരി എടുക്കുമ്പോൾ ഇവിടെ വിട്ടു പോരാത്ത രീതിയിൽ വേണം ഒട്ടിച്ച് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് അല്പം ഫെവിക്കോളോ എന്തെങ്കിലും ഗ്ലൂവോ വെച്ച് ഒട്ടിച്ച് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സ്റ്റിക്കേഴ്സിൽ ഏറ്റവും കുഞ്ഞു സ്റ്റിക്കേഴ്സ് കുറച്ചുണ്ട്, അത് ഞാൻ അതിൻ്റെ മുകളിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം പെൻസിലിന് ടോപ്പ് പോലെ വെച്ച് കൊടുക്കാം. പെന്നിനും പെൻസിലിനും നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ വാട്ടർ പ്രൂഫ് ആക്കി വെക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കേടാവാതെ കുറേ നല്ല സ്ട്രോങ് ആയിട്ട് കുറച്ചും കൂടി ഇരിക്കുകയും ചെയ്യും. കാർഡ്ബോർഡും ഒട്ടിച്ചാലും നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത പെൻസിൽ ടോപ്പേഴ്സ് എല്ലാം തന്നെ ഞാൻ ഉണങ്ങാനായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. നന്നായി ഉണങ്ങിയ ശേഷം നമുക്കത് യൂസ് ചെയ്യാം. നല്ല ഭംഗിയാണ് കാണാൻ. അതുപോലെ തന്നെ ക്രിസ്മസ് ഫ്രണ്ട് ഗിഫ്റ്റ് ആയിട്ടൊക്കെ നമ്മൾ പെന്നും പെൻസിലൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ടോപ്പേഴ്സ് വെച്ച് കൊടുത്താൽ കുറച്ചും കൂടി കാണാൻ ഒരു ക്യൂട്ടായിരിക്കും. ഈ കാണുന്ന രീതിയിൽ നമുക്കത് ഊരി മാറ്റാനും പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അടുത്ത ക്രാഫ്റ്റിലോട്ട് പോകാം. അടുത്തത് നമ്മൾ ഉണ്ടാക്കുന്നത് കുഞ്ഞൊരു അലമാര പോലെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ കാർഡ്ബോർഡ് ബോക്സ് എടുത്തിട്ട് അതുമ്പോൾ ഫുൾ പേപ്പർ വെച്ചൊന്ന് കവർ ചെയ്തെടുത്തു. അതിനുശേഷം അതും ഒരു വാതിൽ പോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്, ഒരു അലമാര ഇരിക്കുന്ന രീതിയിൽ. അപ്പോൾ നമുക്കിതിൽ കുഞ്ഞു ഇപ്പോൾ എന്തെങ്കിലും ഐറ്റംസൊക്കെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്, ടേബിളിൽ വയ്ക്കാനാണ് ഇത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി അലമാര പോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തുമ്പോൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് കളർ പേപ്പേഴ്സും സ്റ്റിക്കേഴ്സൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് അലങ്കരിക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ ഒരു ക്രിസ്മസ് തീമിലുള്ള ബുക്ക് കവറാണ്. ഇതിനായിട്ട് ഞാൻ ആദ്യം തന്നെ എൻ്റെ ബുക്ക് വൈറ്റ് പേപ്പർ ഉപയോഗിച്ച് കവർ ചെയ്തു. അതിനുശേഷം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന സ്റ്റിക്കേഴ്സിൽ ബാക്കിയുള്ള എല്ലാ സ്റ്റിക്കേഴ്സും ഈ ബുക്കിൻ്റെ കവറുമേ ഒട്ടിച്ചു കൊടുക്കുകയാണ്. പടം വരയ്ക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് പരിപാടി കഴിയും. സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാൻ കുറച്ച് സമയം മാത്രം മതി, പക്ഷേ ഈ ക്രാഫ്റ്റുകളെല്ലാം തന്നെ ചെയ്യാൻ വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഈ സ്റ്റിക്കേഴ്സുമ്പോൾ മാത്രം സെല്ലോ ടേപ്പ് ഒട്ടിക്കുകയാണ് മുകളിൽ. കാരണം ഇത് ബുക്കായതുകൊണ്ട് തന്നെ വല്ല നനവോ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അത് ഇതാഴ്ക്കാൻ വെച്ചിട്ടാണ് ഞാൻ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ഷീറ്റല്ല, വേണമെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബുക്ക് കവറും സിമ്പിളായിട്ടുള്ളത് റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ക്രിസ്മസ് ടേബിൾ ഡെക്കറേറ്റ് ചെയ്യാം. ഇതിനായിട്ട് ഞാൻ ഒരു വൈറ്റ് ആൻഡ് റെഡ് കളർ ഷീറ്റാണ് വിരിച്ചിട്ടുള്ളത്. ഇത് നല്ല ഭംഗിയാണ്, കോട്ടൻ്റെ ഒരു ടേബിൾ ഷീറ്റാണ്. ഇതാദ്യം വിരിച്ചു കൊടുക്കുകയാണ്. ഇതില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വൈറ്റോ റെഡോ കളർ എന്തെങ്കിലും ഒരു ഷോളോ ബെഡ്ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇനി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഓരോ ഓർഗനൈസേഴ്സായിട്ടും നമുക്കതുമേ പ്ലേസ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ക്രിസ്മസ് മേക്ക് ഓവർ നമ്മുടെ സ്റ്റഡി ടേബിളിനോ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് സ്പേസിനോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഐറ്റംസ് എല്ലാം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഗിഫ്റ്റായിട്ട് കൊടുക്കാനായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. എത്ര പെട്ടെന്നാണ് നമ്മൾ നമ്മുടെ സ്റ്റഡി ടേബിളിന് എത്ര ക്യൂട്ടായിട്ടൊരു മേക്ക് ഓവർ കൊടുത്തത് അല്ലേ? അപ്പോൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കാതെ. ഇതേതെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ, ടേക്ക് കെയർ.